ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് രാവിലത്തേക്ക് വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 2-3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചി കഷ്ണം പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തേക്ക് ഗോതമ്പ് പൊടി 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചതവുണ്ടല്ലോ അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കാതെ ഈ തൈരും ഈ മസാലകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. കുറച്ചും പാടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതി കണ്ടാൽ നമുക്കിത് കിട്ടേണ്ടത്. ഈ ഒരു ലൂസിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയിലാണ് ഞാനത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബോൾസാക്കിയിട്ട് ഇങ്ങനെ ബോണ്ട വലുപ്പത്തിൽ ആ രൂപത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഈവനിങ് സ്നാക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ രാവിലത്തേക്കാണെങ്കിൽ പിന്നെ ഇത് കുറച്ച് വലിയ ബോൾസാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അത് ചട്ടിനി കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗോതമ്പ് ബോണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ ബോൾസാക്കി ഇടുകയാണെങ്കിൽ ഇതിലേറെ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും പാടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ടില്ല നമ്മളെ കുഞ്ഞു ബോണ്ടുകൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റിയാണ് കേട്ടോ. ഇത് നല്ല വെള്ളമായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ വല്ല ചട്ടിനി കറിയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഒക്കെ യൂസ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഞാനിതിലേക്ക് ചട്ടിനി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്.
ഭയങ്കര ഒരു ടേസ്റ്റി ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ചട്ടിൻ കറിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.